Hi everybody, AEC 2 for Commerce and Management, FIUGP, University of Calicut. So today in this paper we are going to discuss the chapter I Plead That You Read. ഇതൊരു ആണ്. എഴുതിയിട്ടുള്ളത് ശശി തരൂറാണ്. നേരെ ചാപ്റ്ററിലേക്ക് വരാം. ശശി തരൂർ സെയ്സ് ദ ഹാബിറ്റ് ഓഫ് സീരിയസ് റീഡിങ് ഈസ് ഡിക്രീസിങ്. അതായത് ഇതിൻ്റെ ഹെഡിങ്ങിലേക്ക് തന്നെ ഒന്ന് വന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വായനയുടെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. നോക്കി ഫസ്റ്റ് പോയിൻ്റ് തന്നെ ശശി തരൂർ സെയ്സ് ദ ഹാബിറ്റ് ഓഫ് സീരിയസ് റീഡിങ് ഈസ് ഡിക്രീസിങ്. സോ നമ്മുടെ സൊസൈറ്റിയിൽ സീരിയസ് റീഡിങ്, ഗൗരവപരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു വായന എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയാണ്. എസ്പെഷ്യലി എമംഗ് യങ് പീപ്പിൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലാണ് ഈ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Many young people think they read a lot because they read messages, social media posts and WhatsApp forwards. പല ചെറുപ്പക്കാരും വിചാരിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ മെസ്സേജസ് വായിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വായിക്കുന്നുണ്ട്, വാട്സപ്പ് ഫോർവേഡ്സുകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വായനയൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്, പുസ്തക വായനയാണ്. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് ഈസ് ഫാസ്റ്റ് ആൻഡ് ഷാലോ, നോട്ട് ഡീപ്പ് റീഡിങ് ലൈക്ക് റീഡിങ് ബുക്സ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് പുസ്തക വായനയെ പോലെയല്ല ഈ വായനകളൊക്കെ, വെറുതെ എന്താ പറയുക, ഫാസ്റ്റ് ആൻഡ് ഷാലോ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നോട്ട് ഡീപ്പ് റീഡിങ്, ഒരു ആഴത്തിലുള്ള വായനയല്ല. എന്തുപോലെ? ലൈക്ക് റീഡിങ് ബുക്സ്. Many students believe books are only for studying and passing exams. പല വിദ്യാർത്ഥികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുസ്തകങ്ങളെന്ന് പറയുന്നത് വെറുതെ പഠിക്കാനും അതേപോലെ തന്നെ എക്സാം പാസ്സാവാനും വേണ്ടി മാത്രമാണ്. നോട്ട് ഫോർ എൻജോയ്മെൻറ്റ്, അത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എത്രയോ പേർക്ക് പുസ്തകം എന്ന് പറയുന്നതൊരു എൻ്റർടൈൻമെൻറ്റാണ്, പുസ്തക വായന എന്ന് പറയുന്നതൊരു എൻജോയ്മെൻറ്റാണ്. ശശി തരൂർ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഏർലിയർ, പണ്ട്, പീപ്പിൾ യൂസ്ഡ് ടു റീഡ് സ്ലോലി ആൻഡ് കെയർഫുള്ളി വിച്ച് ഹെൽപ്ഡ് ദം അണ്ടർസ്റ്റാൻഡ് ഐഡിയാസ് ബെറ്റർ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ വായിച്ചിരുന്നത്, ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ തന്നെ വായിച്ചിരുന്നത് വളരെ പതുക്കെ, കെയർഫുള്ളായിട്ടായിരുന്നു. അപ്പോൾ അത് ആഴത്തിൽ അതിലുള്ള ഐഡിയാസ് പതിയാൻ, ഒരു ബെറ്റർ കോംപ്രഹെൻഷൻ, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ അത് സാധിച്ചിരുന്നു. സ്കോളേഴ്സ് സേ ദാറ്റ് സീരിയസ് റീഡിങ് ഈസ് ഡിക്ലൈനിങ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ സ്കോളേഴ്സ് പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ വേൾഡിൽ ഈ പറയുന്ന റീഡിങ് എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. The digital age has reduced people's attention span, so they find it hard to read long text. ഇന്ന് ഡിജിറ്റൽ ഏജാണ്. പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം, ലൈബ്രറി വരെ നമുക്ക് ഓൺലൈൻ ലൈബ്രറീസ് ഉണ്ട്, പുസ്തകങ്ങൾ നമുക്ക് മൊബൈലിൽ വായിക്കാൻ പറ്റും, ഗൈഡ്സുകൾ മൊബൈലിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പുസ്തക വായന എന്നുള്ളത് കുറഞ്ഞു. സോ ഈ ഒരു ഡിജിറ്റൽ ഏജിന് വലിയൊരു ഇങ്ങനെ പുസ്തക വായന കുറയാൻ വലിയൊരു കാരണം ആയിട്ടുണ്ട് ഡിജിറ്റൽ ഏജ്. സോ ദേ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റീഡ് ലോങ് ടെക്സ്റ്റ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഏജിൽ ശീലമായ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ലോങ് ടെക്സ്റ്റൊക്കെ വായിക്കുക, ഒരു പുസ്തകം ആഴത്തിൽ പതുക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിരുത്തി വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റീഡിംഗ് ലൈക്ക് സ്ലോ റീഡിംഗ്, ലിറ്റററി റീഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ റീഡിംഗ് ആർ ബിക്കമിങ് ലെസ് കോമൺ. പല ടൈപ്പ് റീഡിങ്സ് ഉണ്ട്. സ്ലോ റീഡിംഗ് ഉണ്ട്, ലിറ്റററി റീഡിംഗ് ഉണ്ട്, അതുപോലെ ക്രിട്ടിക്കൽ റീഡിംഗ് ഉണ്ട്. ഈ ലിറ്റററി റീഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിതകൾ, സാഹിത്യ വായനയാണ്. ക്രിട്ടിക്കൽ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ, അതിനെ കുറച്ചുകൂടി വിമർശനാത്മകമായിട്ട് വായിക്കുക, സീരിയസ് ആയിട്ട് ഡീപ്പായിട്ട് ഫിലോസഫിക്കലി വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിലുള്ള വായനകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. റീഡിംഗ് ഇൻവോൾവ്സ് മെനി മെൻ്റൽ പ്രോസസ്സസ് സച്ച് ആസ് ഇമാജിനേഷൻ, ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. വായന എന്ന് പറയുന്നത് ഒരുപാട് മെൻ്റൽ പ്രോസസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇമാജിനേഷൻ, നല്ല ഇമാജിനേഷൻസ് ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ, ഇൻസ്പിറേഷൻ ഉണ്ടാക്കാനൊക്കെ വായന സഹായിക്കും. റീഡിംഗ് ക്യാൻ ആൾസോ ബി റിലാക്സിങ് ആൻഡ് ഹെൽപ്ഫുൾ ഫോർ ദ മൈൻഡ്. വായന എന്ന് പറയുന്നത് ഒരു റിലാക്സിങ് ആണ് മൈൻഡിന്, അതേപോലെ തന്നെ ഒത്തിരി മൈൻഡിന് അത് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
തരൂർ സെയ്സ് ദാറ്റ് റീഡിംഗ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. ശശി തരൂർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ വായന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് വാസ് ഹിസ് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എസ്കേപ്പ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുസ്തക വായന എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമായിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു, ആൻഡ് എസ്കേപ്പ്. എന്താണ് എസ്കേപ്പ്? പല ആൾക്കാരും ഇപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ പാട്ട് കേൾക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ആ വിഷമം മറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യാത്ര പോകും. അപ്പോൾ അതേപോലെ ചില ആൾക്കാർക്ക് പുസ്തകങ്ങളോടാണ് ആ ഒരു ക്രേസ്. പുസ്തകങ്ങൾ ഒരു എസ്കേപ്പിസം, അല്ലെങ്കിൽ റീഡിങ്ങിന് ഒരു എസ്കേപ്പ് ചെയ്യാനൊരു മെത്തേഡായിട്ടൊക്കെ കാണും. അപ്പോൾ അതേപോലെയായിരുന്നു ശശി തരൂർ പുസ്തകങ്ങളെ സമീപിച്ചിരുന്നത്. റീഡിങ് ഹെൽപ്ഡ് ഹിം ഗെയിൻ നോളേജ് ആൻഡ് ഇംപ്രൂവ് ഹിസ് വൊക്കാബുലറി. അപ്പോൾ വായന തൻ്റെ നോളേജ് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വൊക്കാബുലറി എന്ന് വെച്ചാൽ പദസമ്പത്ത്, അപ്പോൾ തൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ അതല്ലെങ്കിൽ ഏത് ലാംഗ്വേജാണോ അതിലുള്ളൊരു വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് റീഡിംഗ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇൻ ടുഡേയ്സ് വേൾഡ് ഗുഡ് റീഡിംഗ് സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം പറയുകയാണ് ഇന്നത്തെ വേൾഡിൽ നല്ല ഒരു വായന അല്ലെങ്കിൽ അതിനുള്ള കഴിവെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വി ലീവ് ഇൻ എ ടൈം ഓഫ് ഫേക്ക് ന്യൂസ്. നമ്മൾ ഒരുപാട് ഫേക്ക് ന്യൂസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. പല മിസ് ഇൻഫോർമേഷൻ, തെറ്റായ ഇൻഫോർമേഷൻസും പാസ് ചെയ്യുന്നൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് കോൺസ്പിറസി തിയറീസ്, ഒത്തിരി കോൺസ്പിറസി തിയറീസും മിസ് ഇൻഫോർമേഷനും ഫേക്ക് ന്യൂസുകളും ഒക്കെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പീപ്പിൾ ഹു റീഡ് വെരി ലിറ്റിൽ ആർ ഈസിലി മിസ്ലെഡ് ബൈ ഫാൾസ് ഇൻഫോർമേഷൻ. സോ വായിക്കാത്ത ഒരാൾ പെട്ടെന്ന് പല തെറ്റിദ്ധാരണകളും അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അദ്ദേഹത്തിന് മിസ്ലെഡ്, അതായത് തെറ്റായ രീതിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വഴി തെറ്റാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ അതിൽ പെട്ടുപോകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാൻ കാരണമാകും നല്ല വായന ഇല്ലെങ്കിൽ എന്ന് അദ്ദേഹം പറയുകയാണ്. റീഡിംഗ് ഹെൽപ്സ് പീപ്പിൾ തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻഫോർമേഷൻ പ്രോപ്പർലി. നല്ല രീതിയിൽ വായിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിനെ ക്രിട്ടിക്കലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡബിൾ ഫോർമേഷനിൽ ഒരു കാര്യത്തിനെ നോക്കി കാണാനായിട്ട് കഴിയും. റീഡിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സോ സൊസൈറ്റിയിലും ഡെമോക്രസിയിലൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ വായന നമ്മളെ ഹെൽപ്പ് ചെയ്യും. Finally, Shashi Tharoor asked governments and educators to encourage reading habits. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഹാബിറ്റ്സ്, വായനാശീലം എന്ന് പറയുന്ന സംഭവം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും വേണം ഗവൺമെൻറ്, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കണം എന്ന് ശശി തരൂർ ആവശ്യപ്പെടുകയാണ്. ഹി എൻഡ്സ് ബൈ സെയിങ് ദാറ്റ് ഇഫ് യങ് പീപ്പിൾ സ്റ്റോപ്പ് റീഡിംഗ് ലിറ്ററസി ആൻഡ് ഡെമോക്രസി വിൽ സഫർ. സോ യങ് ആയിട്ടുള്ള പീപ്പിൾ വായന എന്നേക്കുമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ലിറ്ററസിനെ മാത്രമല്ല ഡെമോക്രസീനെയും അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്. So students, hope you understood. Anyway, bye all. Thank you.